Good morning, girls. In costing, next we can see what is the difference between financial accounting and cost accounting. നിങ്ങൾക്കറിയാം കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദാറ്റ് മീൻസ് കോസ്റ്റ് അക്കൗണ്ട്സ് മേക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ് എന്ന് പറയാം. So it can be seen that where financial accounts end, cost accounts begin. രണ്ടിൻ്റെയും എന്താ പറയുക, ചില കാര്യത്തിൽ രണ്ടും സെയിം ആണ്, ബട്ട് ഇറ്റ് ഡിഫേഴ്സ് ഇൻ സം അതർ. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ രണ്ടിനും നമുക്ക് പറയാം ബോത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഹൂസ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു provide information by recording the financial transactions systematically and scientifically so that it may serve the purpose of the management for policy formulation and controlling, and it provides necessary protection to the outsiders also. Okay, അപ്പോൾ ഈ രണ്ട് ഇതിലും കുറേ ഇതുണ്ടെങ്കിൽ കൂടി രണ്ടിനും ചില ഡിഫറൻസസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സിമിലാരിറ്റീസ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സിമിലാരിറ്റീസ് എന്ന് പറയുമ്പം ബോത്ത് ആർ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, ബോത്ത് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് എൻറ്റിറ്റീസ്. അതുമാതിരി പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി ആർ ആപ്ലിക്കബിൾ ഇൻ ബോത്ത് സിസ്റ്റം. Then both provide valuable information for the use of management and others. Then both financial accounting and cost accounting provides a measure of control. Okay, these are the similarities. The differences are, first point വരുന്നത് മീനിങ് നോക്കാം നമുക്ക്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? Financial accounts refers to identification of monetary transactions. Its classification, summarization, analysis, interpretation and communication of financial information to the users. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ they are the accounts of whole business. ഓക്കെ, നേരെ മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഡീൽസ് വിത്ത് ദ അസർട്ടൈൻമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് കോസ്റ്റ് മാത്രമാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ്, ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. ഓൺലി മോണിറ്ററി ഐറ്റംസ് ആർ കൺസിഡേർഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് റെക്കോർഡ്സ് ഇറ്റ്സ് റെക്കോർഡ്സ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്. Then on the basis of അല്ലെങ്കിൽ type of cost used for recording, in financial accounting only historical costs are used as the base for recording the transactions in the books of accounts, wherein cost accounting they make use of historical cost or predetermined cost for making the accounts. Then next we can see who are the users of these two types of accounts. Financial accounting has internal and external users such as management, owners, creditors, then lending agencies, research scholars, government, consumers, public, etc. നേരെ മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് they are internal accounting to the organization. അതായത് its main users are manufacturers, management and employees. Next, on the basis of valuation of stock, financial accounting, the stock is valued at original cost or realizable cost, whichever is less. അതായത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഇസ് ലെസ് എന്ന് പഠിച്ചിട്ടില്ല, അതന്നെ അതാണ് റിയലൈസേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ദെൻ ഇനി മാൻഡേറ്ററി ആണോ എന്നുള്ളതാണ് ഈ രണ്ട് അക്കൗണ്ടും, വെദർ ഇറ്റ് ഇസ് മാൻഡേറ്ററി എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഇസ് മാൻഡേറ്ററി. അതായത് കമ്പനീസ് ആക്ട് അനുസരിച്ച് പറയുന്നുണ്ട് നിർബന്ധമായിട്ടും ഇന്ന അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നേരെ മറിച്ചിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്, ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇസ് നോട്ട് മാൻഡേറ്ററി എക്സെപ്റ്റ് ഫോർ
മാനുഫാക്ചറിങ് കൺസേൺസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് പബ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഇറ്റ് ഈസ് കമ്പൽസറി ടു പബ്ലിഷ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ദം വിത്ത് എ രജിസ്ട്രാർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. നേരെ തിരിച്ചിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് കമ്പൽസറി. കോസ്റ്റ് അക്കൗണ്ട്സ് ഇസ് നോട്ട് കമ്പൽസറി ടു പബ്ലിഷ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ദെൻ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആർ റിപ്പോർട്ടഡ് ഇത് ക്വാർട്ടേർലി ഓർ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി. നേരെ മറിച്ചിട്ട് റിപ്പോർട്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ റിപ്പോർട്ടഡ് ടു ദി മാനേജ്മെൻറ്റ് അറ്റ് ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി ഓർ മന്ത്ലി. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ദ ഓവറോൾ പ്രോഫിറ്റ് പൊസിഷൻ ഇസ് അനലൈസ്ഡ് ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരെ തിരിച്ചിട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ദ പ്രോഫിറ്റ് ഇസ് അനലൈസ്ഡ് ഇൻഡിവിജ്വലി ഫോർ ഈച്ച് പ്രോസസ് അല്ലെങ്കിൽ യൂണിറ്റ്, ജോബ്, കോൺട്രാക്റ്റ്, ഓപ്പറേഷൻ എക്സെട്ര. അതാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററിലായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താ പറയുക, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിലെങ്ങനെയാണ് പ്രോഫിറ്റ് ഓരോന്നിലും കണ്ടുപിടിക്കുക ചെയ്യുക. ദെൻ പേർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അതായത് എന്താണ്, ടു ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ദ പേർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇസ് ടു റെക്കോർഡ് ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ്. രണ്ടിൻ്റെയും പേർപ്പസ് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോർകാസ്റ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്താണോ സംഭവിച്ചത് അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫോർകാസ്റ്റിംഗ് ഇസ് നോട്ട് പോസിബിൾ. But in cost accounting, forecasting of cost can be possible through budgeting techniques. Then next difference, in financial accounting, the recording is always done on the basis of actual transactions only. There is no place for estimation. നേരെ മറിച്ചിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ബേസ്ഡ് ഓൺ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. Next is financial accounting records are maintained for a particular year by following accounting period concept. അതായത് 12 months പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നേരെ മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് ഡൺ ആസ് പെർ ദ പെർട്ടിക്കുലർ പീരിയഡ്, rather it is done as per the need of the management. Then tools used in these two types of accounts are the tools of financial accounting are trial balance, journal, ledger, cash book and other subsidiary books etc. നേരെ മറിച്ച് ദ ടൂൾസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്ററി അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അങ്ങനെയുള്ള കുറേ ടൂൾസാണ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ് ഓഫ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഷോസ് ബിഗ് പിക്ചർ ഓഫ് എ കമ്പനി. ആസ് എ റിസൾട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇസ് നോട്ട് ഏബിൾ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ ഇൻപുട്സ്. നേരെ മറിച്ചിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് the pixel view of operations. It is able to produce a lot of loopholes of labors and other inputs, and also offers valuable feedback to improve the efficiency of the inputs. Okay, അപ്പോൾ ഇത്രയും ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് സിസ്റ്റം ഇസ് ഇൻ ഇൻവാല്യുബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ്. അതായത് പീറ്റർ ഡ്രക്കർ പറയുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇസ് ദ സോവറിൻ ക്രൈറ്റീരിയൻ ഓഫ് ദി enterprise and cost accounting greatly promotes it. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസ്ചാർജിങ് ദെയർ ഫങ്ഷൻസ് efficiently. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇറ്റ് ഓൾസോ ബെനിഫിറ്റ്സ് എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ആൻഡ് society in general. So first we can see what are the advantages to management. മാനേജ്മെൻറ്റിന് ഫസ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ പ്രൊഡക്റ്റ് കോസ്റ്റ്. അതായത് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ദ ടോട്ടൽ പ്രോഡക്റ്റ് കോസ്റ്റ് and cost per unit of product are important in making stock valuation, in deciding price of the product and managerial decision making. Okay, then second help is to facilitate planning and control of regular business activities. അതായത് കോസ്റ്റ് ഫോർമുലേഷൻ ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്
is oriented to help in planning, control and decision making. So the accumulation, classification and analysis of cost is done in such a way as to help management decision making, അതായത് regarding decision making regarding business activities. Okay, another help is advantages, it eliminate wastages, അതായത് as it is possible to know the cost of product at every stage, it becomes possible to check the forms of waste such as time and expenses are in the use of machine equipment and material etc. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, then helps in estimation, അതായത് costing records provide a reliable basis upon which tender and estimate may be prepared. Then helps in identifying unprofitable activities, അതായത് with the help of cost accounting the unprofitable activities are identified so that the necessary correct action may be taken. വേണമെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനുള്ള ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എന്താ പറയുക, കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. Then next is to supply information for short and long run decision, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ short and long run decisions of a non-recurring nature. Right? These decisions generally involve high cost commitment. Next we can see what are the advantages to employees. അതായത് workers have an interest to efficient costing system. അതായത് benefits employees through incentive plans. As a result, both productivity and earning capacity increases. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻസ് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് വേ ഇറ്റ് ഓഫേഴ്സ് ബെനിഫിറ്റ്സ് ബെറ്റർ വേജസ് ടു എംപ്ലോയീസ്. അതേപോലെ തന്നെ എ ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ഫേംസ്. So on account of this, employees gets better wages, job security, etc. Then cost accounting minimizes the possibilities of misunderstanding between workers and employees. So these are the benefits to employees. Then next, what are the advantages of costing to creditors നോക്കാം. Cost data helps the creditors to ascertain the solvency, profitability and future prosperity of the enterprise ബിഫോർ ദേ ലെൻഡ്. അതായത് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് സോൾവൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി എക്സെട്ര ക്യാൻ ബി ascertain. Then cost accounting enables the creditors to ascertain whether the capital employed is effectively utilized in the business. Then cost accounts helps creditors to understand about the credit worthiness and financial soundness of the firm. So these are the benefits to creditors. Next we can see what are the benefits to government. അതായത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് റിലേറ്റിംഗ് ടു എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്, വേജ് ഫിക്സേഷൻ എക്സെട്ര, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഗവൺമെൻറ് ഇൻ ഫിക്സിംഗ് സച്ച് ടൈപ്പ് ഓഫ് ഡിസിഷൻസ്. ദെൻ കോസ്റ്റ് ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് നാഷണൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്സ്. അതേപോലെ ഗവൺമെൻറ്റിന് വേറൊരു ഗുണം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ലെവിയിങ് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ് എക്സെട്ര. അതേപോലെ ഗവൺമെൻറ് ക്യാൻ റൺ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് കണ്ടക്ട് എ വാർ അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ്. ദെയർഫോർ കൺസ്യൂമേഴ്സ് ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. അതാണ് സൊസൈറ്റിക്കുള്ള ഏറ്റവും വലിയ മെച്ചം. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ബൈ ഇംപ്രൂവിങ് മാനേജറിയൽ ആൻഡ് operational efficiency. Then it also provide continuous employment opportunities to various sections of society. Then cost saving and cost reduction efforts carried out by various organizations help in എന്താ പറയുക curbing inflationary tendencies in the economy. So these are the advantages to society.
നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇറ്റ് ഇസ് എ നോർമറ്റീവ് സയൻസ്. അതായത് ഈവൻ ദോ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ഹൈലി യൂസ്ഫുൾ, ഇറ്റ് സഫേഴ്സ് ഫ്രം സം ലിമിറ്റേഷൻസ്. നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ലാക്സ് യൂണിഫോമിറ്റി. അതായത് ഓരോ ഓർഗനൈസേഷനും ദേ പ്രിപ്പയർ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ഫോംസ് ആർ ഫോളോഡ് ഫോർ preparing cost records. Okay, then second limitation is cost accounting has only a limited use in projecting future cost. That it provides data for arriving at decisions. It does not offer solutions to a problem. അതായത് എങ്ങനെ കോസ്റ്റിംഗ് ചെയ്യാം അങ്ങനെയുള്ള ഇത് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ, ഡാറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഓഫർ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. ദെൻ it does not give ready-made solutions to manage their problems എന്ന് പറയും. Then computation of cost depends on the purpose. അപ്പോൾ cost computed for one purpose may not be suitable for some other purpose. ഇപ്പോൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അതിന് മാത്രം ഉപകാരപ്പെടും, വേറെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേർപ്പസ്. ഓക്കെ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ടു ട്രേഡിംഗ് കൺസേൺസ്. അതായത് ആർക്ക് മാത്രമേ ഉള്ളൂ, മാനുഫാക്ചറിങ് കൺസേൺസ് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് റിലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു സ്മോൾ എൻ്റർപ്രൈസസ്. Then cost accounting system is more complex because a number of steps are involved in ascertaining cost. And last one is it is based on so many assumptions and presumptions, so it is not accurate or exact. So these are the limitations of cost accounting.